യാ റസൂലേ. സിനിമയിൽ പാടിയിട്ടുള്ള പാട്ടുകൾ നമ്മുടെ കരിയറിൽ വളരെ നല്ലതാണല്ലോ. അത് അറിയുന്നു പ്രിയനേ നിൻ പ്രണയം ഞാൻ സ്വയം കണ്ടെത്തി കമ്പോസ് ചെയ്ത ഒരു വിപ്ലവ ഗാനമുണ്ട്. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, പുരുഷഗന്ധം മണക്കുന്നൻ മാറിടം വഹിക്കുന്നു മുല്ലപ്പൂക്കളും പറഞ്ഞിട്ട് പറയുന്നത്. മാധവിക്കുട്ടിയുടെ കൃതികളെ വെച്ചിട്ട് ഒരു കമ്പോസിങ് നടത്തിയല്ലോ. അതെ അതെ, അതും കൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തും പിന്നെ നമ്മുടെ ശ്രീദേവി കർത്തയെ അറിയാമോ, എഴുത്തുകാരി നിരൂപകയൊക്കെയാണ് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് മാധവിക്കുട്ടിയുടെ സമ്പൂർണ്ണ കൃതികൾ അരിച്ച് പെറുക്കിയെടുത്ത് അതിന്ന് ഒരു 4-5 ഗസലുകൾ വരികൾ എനിക്ക് തന്നിട്ട് കമ്പോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കമ്പോസ് ചെയ്ത ഒരു പാട്ട്, അത് ഭയങ്കര എന്താ പറയുക, ഒരു ഇറോട്ടിക്കായിട്ടുള്ള വരികളാണ്. പുരുഷഗന്ധം മണക്കുന്നൻ മാറിടം വഹിക്കുന്നു മുല്ലപ്പൂക്കളും എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ഈ വരി എനിക്ക് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഈ ടൈപ്പല്ല, ഞാൻ ഇത് ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറയണത്, നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സിനിമയിലാണ് പിന്നെ ഇങ്ങനത്തെ ഒക്കെ വരി തന്നിട്ട് കമ്പോസ് ചെയ്യാൻ പറഞ്ഞാൽ നിൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അത് കമ്പോസ് ചെയ്യണം, അല്ലാതെ അത് അയ്യോ അത് ഞാൻ ചെയ്യില്ല അങ്ങനെ പറയരുത്, നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സോട് കൂടിയിട്ടാണ് അത് കമ്പോസ് ചെയ്തത്. അതെങ്ങനെ കൺസീവ് ചെയ്യണം ആ വരികൾ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു ഖവാലിയുടെ ടൈപ്പിൽ അങ്ങ് കമ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുരുഷഗന്ധം മണക്കുന്നൻ മാറിടം, പുരുഷഗന്ധം മണക്കുന്നൻ മാറിടം വഹിക്കുന്നു മുല്ലപ്പൂക്കളും, വഹിക്കുന്നു മുല്ലപ്പൂക്കളും പുരുഷഗന്ധം, പുരുഷഗന്ധം മണക്കുന്നൻ മാറിടം. അങ്ങനൊരു സ്റ്റൈലിൽ അത് കമ്പോസ് ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എന്നെ പാടാൻ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ആ ഒരു പരിപാടിയിൽ ഈ പാട്ട് പാടി. അപ്പോൾ നിറച്ച് ജനങ്ങളാണ്, വിദ്യാർത്ഥികളും അല്ലാത്തവരും നാട്ടുകാരും എന്താ പറയുക സാഹിത്യ പ്രവർത്തകരും എല്ലാ വിധത്തിലുള്ള ജനങ്ങളും അവിടെ ഉണ്ട്. ഈ കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല, അമ്മാതിരി അത്രയധികം ജനനിബിഡമായിട്ടുള്ളൊരു വേദി. അപ്പോൾ ഒരാൾ വന്നിട്ട് ഫ്രണ്ടിൽ ഇരിക്കാൻ സ്ഥലമില്ല എന്ന് കണ്ടപ്പോൾ അയാൾ തറയിൽ അങ്ങ് കുത്തിയിരുന്നു. അത് ഇങ്ങനെ പിടിച്ചിട്ട് 2 കൈ കൂപ്പിയിട്ടിരിക്കുന്നുണ്ട്. ഈ പാട്ട് പാടിയൊരു പകുതിക്ക് നമ്മൾ ഈ പാട്ടിൽ ലയിച്ച് ചിലപ്പോൾ കണ്ണടയ്ക്കുക. എനിക്ക് പൊതുവേ ഒരു കണ്ണടപ്പുണ്ട് പാടുമ്പോൾ. കണ്ണ് തുറക്കുമ്പോൾ ഈ മനുഷ്യൻ മുമ്പിൽ കുറച്ച് കാശ് കയ്യിൽ ഒരു പിടി നോട്ടുകളായിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ടതാ ഇങ്ങനെ തരുന്നു. ഞാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടിലായിപ്പോയി. അപ്പോൾ സംഘാടകർ വന്നിട്ട് ഇയാളെ മാറ്റി. അതിനുശേഷം ഞാൻ ഈ പാട്ടേ പാടിയിട്ടില്ല. എനിക്കതെന്തോ ഒരു ബാഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഇത് പാടി ശരിയാവില്ല എന്ന് തോന്നി. ഈ അടുത്ത് എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഇങ്ങനെ നമുക്കൊരു ബാൻഡ് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ശരി, സ്ത്രീകളുടെ ഒരു ബാൻഡ് നല്ലൊരു കാര്യം. എൻ്റെ അടുത്താണെങ്കിലോ പല സന്ദർഭത്തിലും പലരും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് സ്ത്രീകളുടെ ഒരു ബാൻഡ്. അതെ, അപ്പോൾ പ്രധാനമായിട്ടും ലേഡീസിനെ എന്താ പറയുക, നമുക്ക് എക്കമ്പനി ആർട്ടിസ്റ്റുകളായിട്ട് ലേഡീസിനെ കിട്ടാത്ത വലിയൊരു പ്രശ്നം. ഇപ്പോൾ കീബോർഡോ അല്ലെങ്കിൽ ഗിറ്റാറോ നന്നായിട്ട് ലൈവിൽ വായിക്കാൻ പറ്റുന്ന ഒരു ലേഡീസ് ആർട്ടിസ്റ്റുകളെ കിട്ടാത്തതുകൊണ്ടൊക്കെ ഞാനതങ്ങ് എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിൽ അത് അങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പം 3 ഗായികമാരെ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു 3 പേര് എൻ്റെ കൂടെ പാടുന്ന ഒന്ന് കല്ലറ ഗോപൻ ചേട്ടൻ്റെ മോള് നാരായണി, പിന്നെ രാജലക്ഷ്മി സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ളൊരു ഗായികയാണ്. അപ്പം ഞങ്ങൾ 3 പേര് കൂടി ഡിസ്കഷൻ നടക്കുകയാണ് പാട്ടിനെ കുറിച്ചിട്ട്, നമ്മളെങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യാം. അപ്പോൾ പുതിയൊരു പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു സന്ദർഭം, ഈ ഒരു പാട്ടിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാനതിന് ശേഷം ഈ പാട്ടേ പാടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ
അതിനെന്താ ചേച്ചി നമുക്ക് എന്തായാലും ഇത് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ പാട്ട് ഇപ്പൊ കഴിഞ്ഞ വനിതാ ദിനത്തിന് വേദിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. അതിലും മറ്റു പാട്ടുകൾ അറിയുന്നു പ്രിയനേ നിൻ പ്രണയം ഒഴിഞ്ഞ കടലാസു കൂടെന്ന് അറിയുന്നു പ്രിയനേ നിൻ പ്രണയം ഒഴിഞ്ഞ കടലാസു കൂടെന്ന് സൗവർണശീല പൊതിഞ്ഞു നീ നീട്ടും സൗവർണശീല പൊതിഞ്ഞു നീ നീട്ടും ശുഷ്കമാം സമ്മാനമെന്ന് ശുഷ്കമാം സമ്മാനമെന്ന് അങ്ങനൊരു ഗാനം. പിന്നെ നീ എൻ കനി പ്രിയനേ ഞാൻ നിൻ കനി കത്തിയമർന്ന കനൽ പോലെ കത്തിയമർന്ന കനൽ പോലെ ശയിച്ചു നീ ഉടൽ മേലെ നീ എൻ കനി പ്രിയനേ ഞാൻ നിൻ കനി. അതുപോലെ പല പാട്ടുകളും ഈ ഗസലല്ലാതെ ഞാൻ ഖുറാൻ്റെ 3-1 സാരസംഗ്രഹം ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള 112-ാമത്തെ സൂറത്തുണ്ടല്ലോ, അതിൻ്റെ സാരാർത്ഥം അതെൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടു ഞാനത് കമ്പോസ് ചെയ്തു. അതൊരു ഖവാലി മോഡലാണ്. യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ ഈ ജഗത്തിൻ്റെയും ഈ ജനത്തിൻ്റെയും ഈ ജഡത്തിൻ്റെയും ഈ ജന്മത്തിൻ്റെയും ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. ഒരുപാട് നാരായണ ഗുരുവിനെ കമ്പോസ് ചെയ്തു. അത് എന്താണ് കോവിഡിൻ്റെ ഒക്കെ ഒരു ലോക്ക്ഡൗൺ സമയം ഉണ്ടായില്ലേ, ആ സമയത്ത് നമുക്ക് എല്ലാം കട്ടായിട്ടിരിക്കുന്ന ഒരു സമയം. അതെ അതെ. അപ്പോൾ ആ സമയത്തിനെ വളരെ പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തത് ഗുരുവിനെ കമ്പോസ് ചെയ്യലും പൊയ്കേലപ്പച്ചനെ കമ്പോസ് ചെയ്തിട്ടൊക്കെയാണ്. പൊയ്കേലപ്പച്ചൻ്റെ പാട്ടുകൾ വളരെയധികം വൈറലായി. പൊയ്കേലപ്പച്ചൻ ആരാണെന്നുള്ളത് വിളിച്ചു പറയാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. അത് കേരളത്തിലെ ആളുകൾക്കൊന്നും സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയില്ല. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരിലേക്കും എത്തിക്കണമെങ്കിൽ നിലവിൽ അദ്ദേഹത്തെക്കുറിച്ച് പാടുന്ന ട്യൂൺ പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ബ്ലൂസിൻ്റെ ഒരു സ്റ്റൈൽ പിടിക്കുകയും കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ട് വംശത്തെ കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി
കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. അങ്ങനെ പോകുന്ന നമ്മൾ ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ ജാതി ഹിംസയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ക്രിസ്തുമതം സ്വീകരിക്കുകയും പല പല സഭകളിൽ മാറി ചേർന്നിട്ടും ജാതി മാറുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചൊല്ലി പോയ കുറേ വരികൾ: പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻപിടുത്തക്കാരൻ മരയ്ക്കാൻ വേറെ പള്ളി, പള്ളിയോട് പള്ളി നിരന്നു വന്നിട്ടും വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തലവേദനയ്ക്ക് വേണ്ടി ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവിടെ എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ഒരു സ്ത്രീ, മാഡം പുലയനൊരു പള്ളി പാടിയ പുഷ്പവതി അല്ലേ? അപ്പോൾ എത്ര ജനങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സിനിമാഗാനൊന്നും ആയിരിക്കില്ല ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ, ഞാൻ അതാ പറഞ്ഞത്, സിനിമാ ഗാനത്തിനെ പോലെ തന്നെ വളരെയധികം എന്താ പറയുക ജനപ്രീതി നേടിയിട്ടുള്ള കോമ്പോസിഷനാണ് അതൊക്കെ. അപ്പോൾ ഈ അടുത്ത് മുഖാമുഖം പരിപാടിയിൽ പൊയ്കലപ്പച്ചന് പിന്നെ നമ്മുടെ കലണ്ടറിൽ ഒരു ദിനം വേണം എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് മറുപടി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: പൊയ്കലപ്പച്ചൻ്റെ സാംസ്കാരിക സമുച്ചയത്തിന് ഒരു 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ പാട്ടുകളെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു ഇമ്പാക്റ്റാണ്. അല്ല, കലണ്ടറിലൊക്കെ നമ്മൾക്ക് അറിയാത്ത ആളുകൾക്ക് പോലും പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ പരിഗണന കൊടുത്തിട്ടുണ്ട്. അതെ, പരിഗണന കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വംശത്തിൻ്റെ വംശം എന്ന് പറയുമ്പോൾ ജാതി ഉപജാതി വ്യത്യാസമില്ലാതെ അരികുവൽക്കരിക്കപ്പെട്ടുള്ള മനുഷ്യരെ എല്ലാം ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആത്മീയ ഗുരുവാണ്. ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള ഒരു പരിവർത്തനമാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തണ്ടേ? അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ? കാണുന്നതിൽ ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ ആ അക്ഷരത്തെ നമ്മൾ അടയാളപ്പെടുത്തല്ലേ വേണ്ടത്? നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. കേരളത്തിന്റെ സാമൂഹ്യാവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇന്നിപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ ആ ബേസിൽ നിന്നാണല്ലോ വളർത്തിയത്. തീർച്ചയായിട്ടും അവരൊക്കെ ഉഴുതുമറിച്ച മണ്ണിലാണല്ലോ ഇവിടെ പിന്നെ വിത്തെറിഞ്ഞതും വിളവെടുത്തതൊക്കെ. എന്നിട്ടും ഗുരു മാത്രമല്ല, അയ്യങ്കാളിയാണെങ്കിലും 1.5 വർഷം നമുക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല. പിന്നെ അയ്യങ്കാളി ജനിച്ച് വളർന്ന മണ്ണിലേക്ക് വെങ്ങാനൂർക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഈ വഴി കൂടെ അദ്ദേഹം വില്ലുവണ്ടി ഓടിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ അടയാളപ്പെടുത്തപ്പെടണ്ടേ? ഇപ്പൊ പലരും കേരള ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്, ഇവിടെ വലിയ മഹാന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ പോലും അയ്യങ്കാളി വലിയ പൊയ്കലപ്പച്ചനൊന്നുമില്ല. ഗുരു എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ടായില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു സംഗീത അക്കാദമി എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്? കാരണം കുറച്ചും കൂടി ഒരു വളരെ സീരിയസ് ആയിട്ട് ഈ കലയൊക്കെ കാണുകയും അതിൽ തന്നെ ഇപ്പോഴും വളരെ സജീവമായി നിൽക്കുന്ന ആളാണ് ചെയർമാനായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രവൃത്തികൾ? സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ പണത്തിന് ഭയങ്കര കമ്മിയുണ്ട്. അപ്പോൾ നമ്മൾ സത്യത്തിൽ പലപ്പോഴും പരിമിതപ്പെട്ടു പോകാറുണ്ട് ഓരോ കാര്യങ്ങളും നിവർത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഉള്ള ആ ഒരു ശേഷി വെച്ചിട്ട് പരമാവധി നാടകം ആക്ച്വലി സംഗീത നാടക അക്കാദമിയിൽ നാടകം എന്ന് പറയുന്നത് അക്കാദമിയുടെ ഒരു ഹാർട്ടാണ്. 4 അറകളാണ് മനുഷ്യനെന്ന് പറയണ പോലെ അതിൽ ഭൂരിഭാഗം അറകളും നാടകത്തിന് സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണത്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ സംഗീതത്തിന് പിന്നെ പല ആളുകൾക്കും പല വേദികളും കിട്ടും, നാടകത്തിന് വളരെ കുറവല്ലേ. അപ്പോൾ അതിലെനിക്ക് ഒരു പരിഭവം തോന്നാറില്ല. എങ്കിൽ പോലും സംഗീതത്തെ വിട്ട് കളിക്കാൻ എന്താ പറയുക, ഞാൻ എപ്പോഴും മുരളിയേട്ടൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ അങ്ങനെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കർണാടക സംഗീത കച്ചേരിയൊക്കെ എല്ലാ ജില്ലകളിലും നടത്തണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വരും. ഒരു 4-5 കോൺസേർട്ട് ഇപ്പോൾ ഈ അടുത്ത് പല ജില്ലകളിലായിട്ട് നടക്കുകയുണ്ടായി. അതിനി തുടരണം എന്നാണ് പറയണത്. പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരേ സമയം നാടകക്കാരനും പാട്ടെഴുത്തുകാരനും സംഗീതം നന്നായി പാടും. അപ്പോൾ സംഗീതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. നാടകം രണ്ടും ഒരേപോലെ മനസ്സിലാക്കുന്ന ഒരാളാണ്, അതിനെ സമഗ്രമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അവിടെ സെക്രട്ടറി ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ
പറഞ്ഞാൽ മനസ്സിലാവും അവർക്കൊക്കെ. പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊന്നും അറിയാത്ത ആളുകൾ ആ പോസ്റ്റ് ഇരിക്കുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തിയെടുക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. എനിക്ക് അതേ ഈ പറഞ്ഞ പോലെ ശങ്കരേട്ടനാണെങ്കിലും താളവാദ്യങ്ങളുടെ ഒരു കുലപതിയാണ്. അപ്പൊ അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. നമ്മുടെ ഈ പാട്ടുകാരിൽ ഏറ്റവും ഭയങ്കരമായി നമുക്ക് ചില ആളോട് വല്ലാത്തൊരു തരത്തിലുള്ള താല്പര്യം തോന്നും. അങ്ങനെ തോന്നിയ പാട്ടുകൾ ഏതാണ്? ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് പിന്നെ ഗസൽസ് ഒക്കെയാണ്. ഗസലുകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സിനിമ പിന്നെ ദാസാറിൻ്റെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഓവർ ടോൺസ് നിറയെയുള്ള. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആ ജന്മം കൊണ്ടുണ്ടായിട്ടുള്ളൊരു വലിയൊരു ഭാഗ്യം അല്ലേ. അത്ഭുതങ്ങൾ ഒരിക്കലൊക്കെ അല്ലേ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഗസലുകൾ ഗുലാമലിയുടെയും ഒരു സമയത്ത് ഞാൻ ഹരിജിയുടെ ഗസലുകൾ കേട്ടാണ് ആദ്യം തുടങ്ങിയത്. നിറയെ കേൾക്കുമായിരുന്നു. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് അതിലെനിക്ക് ഭയങ്കര ഹാരമായിരുന്നു. പലതരം എന്താ പറയുക ഇന്ത്യൻ മ്യൂസിക്കിൽ തന്നെ പിന്നെ സരോദ്, അതുപോലെ സന്തൂർ, അങ്ങനെ ഉള്ള പിന്നെ സിത്താറ്, ഇതൊക്കെ നിറയെ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ഏകാഗ്രചിത്തരായി നമ്മൾ ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് ഒരു ഇതിലേക്ക് നമ്മൾ പോകും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മറ്റ് കവികളുടെയൊക്കെ വരികൾ ഞാൻ കമ്പോസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? ഒരു സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്തേ നമ്മുടെ സച്ചിദാനന്ദ മാഷ്ട കവിത പറയപ്പാട്ടുണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ അത് ഈ നാടൻ പാട്ടിൻ്റെ ട്യൂണ് നമ്മുടെ ട്യൂണൊന്നും അല്ല, അത് പണ്ടേ ഉള്ളതാണ്. നിന്നാലെ ചൊപ്പനം ചൊപ്പനം കണ്ടേ ചാവേറിൻ നോവിനെല്ലാം നാവു മുളച്ചെന്ന് കൂനാനൂറും പടി ചേർന്നൊരാനയെ കൊന്നെന്ന്. അതുപോലെ തന്നെ നമുക്ക് പണ്ട് ഒരുപാട് ഈ ആദിവാസി ഗ്രൂപ്പുകളുടെ അടുക്കൽ പ്രാദേശികമായ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പാട്ടുകളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ചില ടീമുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അതൊക്കെ വലിയ രീതിയിൽ തന്നെ കണ്ടെടുക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും നമുക്കതുണ്ടോ? അതായത് പ്രാദേശിക കലകളെ ഇനി ഒത്തിരി വളർത്തിയെടുക്കേണ്ടതുണ്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഈ പുള്ളുവൻ പാട്ട് പാടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ തവണ അങ്ങനെ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഈ പറയണ പോലെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടേ ഞാൻ കമ്പോസ് ചെയ്ത നാരായണഗുരുവിൻ്റെ കുണ്ടലിനി പാട്ട് കമ്പോസ് ചെയ്ത സമയത്ത് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തുകണ്ടാട് പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജവും ചേർന്ന് നിന്നാടു പാമ്പേ വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ. ഭദ്രകാളി അഷ്ടകം ശ്രീമച്ഛങ്കര പാണിപല്ലവകിരല്ലോലംബമാലോലസ മാലാലോല കലാപകാളകപരി ഭാരാവലി ഭാസുരേ കാരുണ്യാമൃതവാരി രാശിലഹരി പീയൂഷ വർഷാവലീം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളിം ഭജേ. തമിഴിനോടൊന്നും അങ്ങനെ നാരായണഗുരുവിൻ്റെ ജ്ഞാനോദയമേ ഞാതുരുവേ നാമാതി ഇലാനർക്കതിയേ യാനോ നീയോ ആദിപരം യാതായി വിടുമോ പേച്ചായേ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചില്ലേ ആരുടെയെങ്കിലും ഇഷ്ടപ്പെട്ട കവികളുടെ, ഞാൻ അന്ന് നേരത്തെ സച്ചി മാഷ്ട കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് ഒരു ജയകുമാർ എന്ന് പറഞ്ഞൊരു സാറ്, അദ്ദേഹം ഈ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളിപ്പോൾ ഒരു സംഗീത പരിപാടി നടത്തുമ്പോൾ ഫുൾ അതിൻ്റെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് വനിതാ കൺസ്യൂമർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വലിയ ടെൻറ്റുകളൊക്കെ കിട്ടുമല്ലോ, ഫുൾ AC സെൻട്രലൈസ്ഡ് AC ആയിട്ടൊക്കെ.
അപ്പോൾ ഇത് മൊത്തം ഇവരുടെ കമ്പനിയാണ് ചെയ്യുന്നത്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഞാൻ ഓൺ കോമ്പോസിഷൻസ് പാടുന്നത് കേട്ടിട്ടേ എൻ്റെ അടുത്ത്, മാഡം എനിക്ക് ഒരു പാട്ട് കമ്പോസ് ചെയ്ത് തരുമോ? എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അമ്മയ്ക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയണത്. അമ്മയുടെ ഡയറിയിൽ നിന്ന് ഞാൻ കുറേ കവിതകളും പല എഴുത്തുകളും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഒരെണ്ണമെങ്കിലും ഒന്ന് കമ്പോസ് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, പിന്നെ ഒന്ന് അയച്ചു വിടുമോ എനിക്ക് വാട്സാപ്പിൽ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എനിക്കൊന്ന് വാട്സാപ്പിൽ ചെയ്യാം. വിശ്വവന്ദിത വേദാന്ത വേദ്യമേ ശാശ്വതാനന്ദ സംഗീതരംഗമേ നിത്യ നിർവാണ സൂനമരന്തമേ സത്യമേ തുണയേ ഗണമെന്നുമേ. എനിക്ക് ആ വരി കിട്ടിയപ്പോൾ അത് യൂട്യൂബിലുണ്ട് കേട്ടോ. ഞാൻ തന്നെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യിച്ച് അത് യൂട്യൂബിലുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതൊക്കെ. ഞാൻ കോവിഡിൻ്റെ സമയത്ത് ആളുകളൊക്കെ വളരെ നിരാശരും മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നൊരു കാലഘട്ടമായിരുന്നല്ലോ, ലോക്ക്ഡൗൺ കാലഘട്ടം. ആ സമയത്ത് എനിക്ക് തോന്നി ബുദ്ധൻ്റെ വചനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ബുദ്ധൻ്റെ വചനങ്ങളൊക്കെ യൂട്യൂബിൽ തപ്പി. അങ്ങനെ എനിക്ക് കുറച്ച് വരികൾ കിട്ടി. അന്ന് മ്യൂസിക്കലി ചെയ്യാൻ പറ്റുന്ന വരികളൊക്കെ എടുത്തിട്ട് ഞാൻ കമ്പോസ് ചെയ്തു. ക്ഷമയാണ് ധീരത, തളർന്നിരിക്കാതെ നിരാശയുടെ ഇരുൾ മുറിയിൽ തളർന്നിരിക്കാതെ, ക്ഷമയാണ് ധീരത. ഇപ്പം മാത്രമല്ല, ഇപ്പം ട്യൂണിട്ട് പിന്നെ അതിന് വരികൾ എഴുതി അത് പാടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില കൃത്രിമത്വങ്ങളില്ലേ, അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? എനിക്ക് കൃത്രിമത്വം താല്പര്യമില്ലാഞ്ഞിട്ടാണ്. ജെന്യൂനായിട്ട് ചെയ്യാൻ പറ്റണത് ചെയ്യാം. പിന്നെ ഈ കാശ് കിട്ടുന്ന പരിപാടിയൊക്കെ ആകുമ്പോഴേ അതൊക്കെ മാറും. കാരണം നമുക്ക് ജീവിക്കണ്ടേ. പല സന്ദർഭത്തിലും അങ്ങനെയൊക്കെ കമ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ടൊക്കെ കമ്പോസ് ചെയ്ത് കൊടുത്തു. 4-5 ചെറിയ ചെറിയ പാട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അറിയാലോ, പിന്നെ വല്ല വിപ്ലവ ഗാനങ്ങളൊക്കെ നിറയെ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വയം കണ്ടെത്തി കമ്പോസ് ചെയ്ത ഒരു വിപ്ലവ ഗാനമുണ്ട്, ആസാദി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ യൂട്യൂബിൽ ഭയങ്കര വൈറലാണ്. അത് കാശ് കിട്ടുന്ന സന്തോഷം കൊണ്ടല്ല, അത് എൻ്റെ സ്വന്തം കാശ് എടുത്തിട്ടാണ് ഞാനത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, സിനിമാ ഗാനങ്ങളെക്കാൾ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സിനിമാ ഗാനങ്ങൾ പോലും ഇത്രയും ഹിറ്റാവോ എന്ന് തോന്നിയിട്ടുണ്ട്. സിനിമയിൽ പാടിയിട്ടുള്ള പാട്ടുകൾ പലപ്പോഴും എന്നല്ല, നമ്മുടെ കരിയറിൽ വളരെ നല്ലതാണല്ലോ അത്. തീർച്ചയായിട്ടും ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ അതൊക്കെ ഞാൻ പാടാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ഇപ്പോഴും അത് പാടുന്നു, പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതെ അതെ അതെ. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല പാട്ടുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ കേൾക്കാനും പാടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കോൺസേർട്ടുകളിലൊക്കെ അത്തരത്തിലുള്ള നല്ല നല്ല എന്താ പറയുക, നമ്മുടെ സമയത്തിന് അനുസരിച്ചിട്ട് ഉൾക്കൊള്ളിക്കാറുണ്ട്. പൊതുവെ എൻ്റെ കോൺസേർട്ടുകളിൽ വരാറുള്ളത് ഗസൽ വരും, അതുപോലെ ഖവാലി വരും, അതുപോലെ സിനിമാ ഗാനങ്ങൾ വരും, ഓൺ കോമ്പോസിഷൻ വരും. അപ്പോഴേക്കും സമയം കഴിയും. മോൾക്ക് പാടാനൊക്കെ കഴിവുണ്ട്. എന്താണെന്നറിയില്ല, അവൾക്ക് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വഴിയാണ് എന്ന് അവൾക്ക് തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പം എനിക്കൊക്കെ വളരെ ചെറുപ്പത്തിലേ അത് തോന്നി. അവൾക്ക് എന്തുകൊണ്ടോ അത് തോന്നുന്നില്ല. അവളെ അവളുടെ വഴിക്ക് വിടാം. നമ്മളെ പോലെ കുട്ടികളാണെന്ന് വെച്ചാൽ അടിക്കാൻ പാടില്ലല്ലോ. ഈ ബാൻഡ് എപ്പോൾ സംഭവിക്കും? ബാൻഡ് സംഭവിച്ചു കഴിഞ്ഞു. ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പുഷ്പാവതി പാടുന്നു എന്നുള്ള ടൈറ്റിൽ വെച്ചിട്ട് എൻ്റെ പരിപാടികൾ പൊതുവെ ഉണ്ടാവാറ്. അതിൻ്റെ കൂടെ ഒരു അഡീഷണലായിട്ട് നമ്മൾ 3 സ്ത്രീകൾ ചേർന്നിട്ടൊരു ബാൻഡ് ഉണ്ടാക്കി. ഇനി
അവസരങ്ങൾ വരുമ്പോൾ 3 പേര് പാടുന്ന അവസരമാണെങ്കിൽ അതങ്ങനെ പാടും, ഒറ്റയ്ക്ക് പാടുന്ന അവസരമാണെങ്കിൽ അതിങ്ങനെയും പാടും. ഓക്കെ. അപ്പോൾ ബാൻഡും അതുപോലെ തന്നെ ഈ സ്വന്തം കോമ്പസിഷനിലെ പാട്ടുകളും ഒപ്പം സിനിമാ ഗാനങ്ങളൊക്കെ വലിയ രീതിയിലേക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം, എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി. ആയിക്കോട്ടെ.